ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് ബി.ജെ.പി. വിരാമമിട്ടു. നിതീഷ് കുമാർ തന്നെ എൻ.ഡി.എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ ഗിരിരാജ് സിംഗ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയത്. നിതീഷ് തന്നെയാണ് ബീഹാറിൽ എൻ.ഡി.എയുടെ മുഖമെന്ന് ആർക്കും സംശയത്തിനിടയുണ്ടാകാൻ വഴിയില്ല. പക്ഷേ തുടർഭരണം നേടിയാൽ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം ആരും നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് നിതീഷ് ആരോഗ്യ പ്രശ്നം നേരിടുന്ന പ്രചാരണം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറയാതിരുന്നാലുള്ള അപകടത്തെക്കുറിച്ച് ബോധ്യമുള്ളതിനാൽ തന്നെയാണ് ബി.ജെ.പി. അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നത്. अभी घोषणा हुआ है एनडीए का नेतृत्व का चेहरा नीतीश कुमार है और सब कुछ ठीक ठाक है. जल्द सीटों का भी आप लोगों के सामने आ जाएगा. लेकिन कांग्रेस पार्टी ने कल कहा है कि तेजस्वी यादव आरजेडी के मुख्यमंत्री के चेहरा होंगे, महागठबंधन के नहीं हैं. ये मंथन लालू जी फ्रस्ट्रेशन में है. महागठबंधन अभी नेतृत्व भी नहीं तय हुआ है. एनडीए का नेतृत्व तय है, नियत तय है, नीति तय है, घोषणा सारी चीजों का. 2005 മുതൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നിതീഷ് നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ബീഹാറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിലും പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും അതിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു. അതുതന്നെയായിരുന്നു നിതീഷിന്റെ വിജയ ഇന്ധനം. ഇത്തവണയും വോട്ടുറപ്പിക്കാൻ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന അടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ മുമ്പില്ലാത്ത വിധം നിതീഷ് മറ്റൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്. അത് എതിരാളികളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം മുന്നണിയിൽ നിന്നുകൂടിയാണ്, ബി.ജെ.പിയിൽ നിന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ജെ.ഡി.യുവിൻ്റെ രണ്ടാം കക്ഷി എന്ന പേര് ബി.ജെ.പിക്ക് മാറിക്കിട്ടി. 74 സീറ്റ് നേടിയവർ എൻ.ഡി.എയിലെ വലിയ കക്ഷിയായി. ജെ.ഡി.യുവിന് കിട്ടിയത് 43 സീറ്റ് മാത്രം. എന്നിട്ടും നിതീഷിന് തന്നെ ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനം നൽകി. പക്ഷേ എല്ലായ്പ്പോഴും അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു കാലത്ത് നിതീഷിനെ അമിതമായി ആശ്രയിച്ചിരുന്ന ബി.ജെ.പിക്ക് ഇപ്പോൾ ശക്തമായ സംവിധാനവും അടിത്തറയുമുണ്ട്. അതിനൊപ്പം ബി.ജെ.പിയുടെ ആഗ്രഹവും അഭിലാഷവും വളരുകയാണ്. മഹാരാഷ്ട്ര നമുക്ക് മുന്നിൽ വലിയ ഉദാഹരണം. ഇത്തവണ എൻ.ഡി.എ വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ജെ.ഡി.യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പി. ആവശ്യപ്പെടാനുള്ള മികച്ച അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തിയേക്കാം. ഇത്തവണ എൻ.ഡി.എ വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ജെ.ഡി.യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനുള്ള മികച്ച അവസരമായി ബി.ജെ.പി. അതിനെ ഉപയോഗപ്പെടുത്തിയേക്കാം. പ്രത്യേകിച്ച് നിതീഷ് അനാരോഗ്യവാനെന്ന വാദം ഒരു വശത്ത് ഉയരുന്ന ഘട്ടത്തിൽ നിതീഷിന് ശേഷമുള്ള ബീഹാർ ഏറെ നാളായി ബി.ജെ.പിയുടെ മനസ്സിലുണ്ടെന്നത് സുവ്യക്തം. ബി.ജെ.പിയുടെ ഈ ആലോചനകൾ നിതീഷും തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ജെ.ഡി.യു തന്ത്രം. മുൻകാലങ്ങളെപ്പോലെ ജെ.ഡി.യുവിൻ്റെ വമ്പൻ റാലികൾ ഇത്തവണ കുറവാണ്. പകരം വീടുകൾ കയറിയിറങ്ങിയാണ് പ്രചാരണം. നിതീഷ് നടപ്പാക്കിയ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നിതീഷിന്റെ സാന്നിധ്യം അവർ ഉറപ്പാക്കുന്നു. നിതീഷിന്റെ വിടവാങ്ങൽ തെരഞ്ഞെടുപ്പായാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സ്വയം മാറി നിന്ന ചെറിയ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ 2 മുന്നണികളിലുമായി 2005 മുതൽ ബീഹാറിനെ നയിച്ച നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തുമോ, അതോ അനിവാര്യമായ രാഷ്ട്രീയ വിടവാങ്ങലാകുമോ കാത്തിരിക്കുന്നത്? സീറ്റ് കണക്ക് ഭാവി നിശ്ചയിക്കും.